ഈശ്വംഷിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ വിചിന്തനത്തിനായി തന്നിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്കേറെ പരിചിതമായ ഭാഗമാണ് ധൂർത്തപുത്രന്റെ ഉപമ. ഈ ഉപമയിൽ ഈശോ രണ്ട് വ്യക്തികളെയാണ് നമുക്ക് എടുത്തു കാട്ടുന്നത്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പിതാവിനെയും ആ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം സുബോധം നഷ്ടപ്പെട്ട മകനെയുമാണ്. എല്ലാം സമൃദ്ധിയായി നൽകുന്ന തന്റെ പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് തന്റെ തെറ്റിനെക്കുറിച്ച് അനുഭവിക്കുന്നു. എഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ ചെന്ന് ഏറ്റുപറച്ചിൽ നടത്തുന്നു. അപ്പോൾ പുത്രന്റെ തിരിച്ചുവരവിനെ ആഘോഷമാക്കുന്ന, അതിൽ ആഹ്ലാദിക്കുന്ന ഒരു പിതാവിനെയാണ് ഈ ഉപമയിൽ നാം കാണുന്നത്. നോമ്പിന്റെ ഈ കാലയളവിൽ നമുക്കും സുബോധമുള്ളവരാകാം. നാം എവിടെയാണോ അവിടെ നിന്നും എഴുന്നേൽക്കണം. കുമ്പസാരക്കൂട്ടിൽ എന്റെ വരവും കാത്തിരിക്കുന്ന പിതാവായ ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കണം. അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറയണം. അപ്പോൾ എന്നെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കും, ആഹ്ലാദിക്കും. തിരുവചനം പറയുന്നത് പോലെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നു. താങ്ക് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.